സോ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്റർപ്രറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ആണ്. എന്തിനാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്ത് വന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഡേറ്റ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പം കുട്ടികൾക്ക് പരീക്ഷ ഇട്ടിട്ട് അതിന്റെ മാർക്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മാർക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമുക്ക് വലിയ ഇൻസൈറ്റ്സ് ഒന്നും കിട്ടില്ല അല്ലെ. ആ മാർക്സ് എന്ന് പറയുന്നത് റോ ഡേറ്റ ആണ്. ഓരോ കുട്ടിക്കും എത്ര മാർക്ക് കിട്ടി എന്ന് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ, വേറൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പം ഇതിനെ നമുക്ക് മീനിങ് ഫുൾ ആക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യാം. സോ അതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. അപ്പം ഇത് യൂസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഡേറ്റ സമ്മറൈസ് ചെയ്യാം. ദാറ്റ് ഈസ് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ വാട്ട്, സമ്മറൈസിങ് ഡേറ്റ മീനിങ് ഫുള്ളി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവറേജും പാറ്റേൺ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ എന്താണ്, അണ്ടർസ്റ്റാൻഡ് വേരിയബിലിറ്റി ഇൻ സ്റ്റുഡന്റ് പെർഫോമൻസ്. അപ്പൊ സ്റ്റുഡന്റ് പെർഫോമൻസിൽ എങ്ങനെയാണ് വേരിയേഷൻസ് വരുന്നത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാം. അതേപോലെ ഐഡന്റിഫൈ ട്രെൻഡ്സ് അക്രോസ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ഓർ ഓവർ ടൈം. അപ്പം ഒരു കുട്ടിയുടെ തന്നെ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്, അല്ലെങ്കിൽ വിത്ത് ടൈം എന്തൊക്കെ ചേഞ്ചസ് വരുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് us to compare performances across assessments, classes and demographics. അപ്പം അതിന്റെ എന്താണ് കമ്പാരിസൺ, നമുക്ക് അസസ്മെന്റിന്റെ കമ്പാരിസൺ, ക്ലാസ്സുകളുടെ കമ്പാരിസൺ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പം നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും അല്ലെ. ഇൻഫോർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് സോളിഡ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസും ഡിസിഷൻസും ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സും ഒക്കെ നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റും. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ അസസ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. എന്തൊക്കെയാണ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആൻഡ് കോറിലേഷൻ അനാലിസിസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രൽ എന്ന് പറഞ്ഞാൽ തന്നെ നടുവ് എന്നുള്ളൊരു അർത്ഥമാണല്ലോ. അപ്പൊ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നടുക്ക് വരുന്ന വാല്യൂ എന്താണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു 30 പിള്ളേരുടെ ക്ലാസ് ആണെങ്കിൽ മെജോറിറ്റി കുട്ടികൾക്ക്, അതായത് ഒരു മെജോറിറ്റി കുട്ടികൾ ആവറേജ് കുട്ടികളായിരിക്കുമല്ലോ, അപ്പം മെജോറിറ്റി കുട്ടികൾക്ക് കിട്ടുന്ന മാർക്ക് എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 3 മെഷേഴ്സ് ആണ് പഠിക്കാനുള്ളത്, മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഓക്കെ, സെക്കൻഡ് ഇസ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഡിസ്പെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളാണെങ്കിലും ആ ക്ലാസ്സിൽ എന്താണ്, ആ ഒരു മാർക്സ് ഡിസ്ട്രിബ്യൂട്ടഡ് വളരെ ഏത് റേഞ്ചിലാണ്, എത്ര ഡിസ്പേഴ്സ്ഡ് ആണ്. ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് എത്ര പരത്തി കിടക്കാണ് ആ വാല്യൂസ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അതായത് ഏത് റേഞ്ചിലാണ് ആ വാല്യൂസ് ഉള്ളത്, എല്ലാവർക്കും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എത്രയാ, ഏറ്റവും ലോവസ്റ്റ് മാർക്ക് എത്രയാ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് എന്ത്, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അപ്പൊ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്, അതായത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ് എന്ത്, റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം സ്പ്രെഡ്, ഡേറ്റയുടെ ഒരു സ്പ്രെഡ് ആണ് നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് മനസ്സിലാവുക. പിന്നെ നെക്സ്റ്റ് ആണ് എന്ത്, കോറിലേഷൻ അനാലിസിസ്. കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡേറ്റ, ഗ്രൂപ്പ് ആയിട്ടുള്ള ഡേറ്റ, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ഓക്കെ, കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മുടെ അറ്റൻഡൻസുമായിട്ട് ക്ലാസ്സിലെ പെർഫോമൻസിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഫിസിക്സിന് മാർക്ക് കിട്ടിയവർക്ക് മാത്സിന് മാർക്ക് കിട്ടുന്നുണ്ടോ, അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കോറിലേഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കോറിലേഷൻ അനാലിസിസ്. ഓക്കെ, സോ ഈ ഒരു 3 ടൂൾസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി അടുത്തതാണ് എന്ത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ.